ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങളോടൊപ്പം ഞങ്ങൾ അല്പസമയമായിരിക്കുന്നത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ടാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്, നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്, നമ്മെ ബലപ്പെടുത്തുന്നതാണ്, മനുഷ്യനെ രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ദൈവമാണ്. ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ആരാഞ്ഞറിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നാം അല്പസമയമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം സംസാരിക്കേണ്ടതിന് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ക്രിസ്പിൻ അച്ഛനെയാണ് ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ദൈവദാസനെ കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ദാസൻ്റെ വായോടും നാവോടും കൂടെ ഇരിക്കട്ടെ. കേൾക്കുന്നവർക്ക് അത് വലിയൊരു അനുഗ്രഹവും വിടുതലും കർത്താവിൻ്റെ നാമത്തിൻ്റെ ഉയർച്ചയ്ക്കും മഹിമയ്ക്കും അത് കാരണവുമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം ഈ സന്ധ്യായാമത്തിൽ സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജോയ്സ് ടി വി മിനിസ്ട്രിയിലൂടെ ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി വരുവാൻ സ്വർഗം നമ്മളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചന വിചിന്തനത്തിനായി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിലായിരിക്കാം. സങ്കീർത്തനം 69. ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് കർത്താവിനെ കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമായിരിക്കും. നമുക്ക് പാടാം, സ്തുതിക്കാം, ആരാധിക്കാം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനെ. പാടാം, സ്തുതിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നല്ലവനും വല്ലവനുമായ കർത്താവിനെ ആരാധിക്കാം. നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനേ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. അളന്നോരു നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളന്നോരു നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം.
ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. മനോവ്യഥകൾ നീയെന്നും കണ്ടു മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യഥകൾ നീയെന്നും കണ്ടു മനസ്സലിഞ്ഞു നീ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇരുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇരുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിരുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനെ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനെ. വന്ന വഴികൾ ഒന്നോർത്തിരുമ്പോ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാട്ടുന്നപ്പാ സ്തുതിക്കുന്നപ്പാ. മനമേ അവനുപകാരങ്ങൾ മറക്കരുതേ. മനമേ അവനുപകാരങ്ങൾ മറക്കരുതേ. ഇസ്രായേലിൻ സ്തുതികളിൽ വാഴുന്നവനേ ആരാധന. അങ്ങേക്കാരാധന അങ്ങേക്കാരാധന. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ ഭാരയും വീണ്ടെടുപ്പാരനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാദൈവമേ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന് അടിയങ്ങളോട് സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ പരസ്പരം സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ട് പറയാം, ഷാലോം. കർത്താവിൻ്റെ സമാധാനം കൂടെ ഇരിക്കട്ടെ. പീസ് ബി വിത്ത് യു. ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് നൽകുന്ന വചനഭാഗം എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 11 verses 13 to 16. നമ്മുടെ ചിന്താവിഷയം, അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കി വച്ചിരിക്കുന്നുവല്ലോ. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കി വച്ചിരിക്കുന്നുവല്ലോ. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ആമേൻ. എബ്രായ ലേഖനം 11-ാം അധ്യായം 22 വിശ്വാസ വീരന്മാരുടെ ഒരു ചരിത്ര പശ്ചാത്തലമാണ് പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. എബ്രായ ലേഖനം ചിലർ അത് വിശുദ്ധ പൗലോസിൻ്റെ ലേഖനമല്ല എന്നും ചിലരത് പൗലോസിൻ്റെ ലേഖനമാണെന്നും ഒക്കെ ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് വാദിക്കുന്നവരുണ്ട്. അവർ വാദിച്ചവിടെ നിൽക്കട്ടെ. വചനം എഴുതി തന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. അപ്പോൾ അതുകൊണ്ട് എബ്രായ ലേഖനത്തിൻ്റെ ഗ്രന്ഥകർത്താവിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആധികാരികമായിട്ട് ഒരാളെ ഉള്ളൂ, പരിശുദ്ധാത്മാവായ
ദൈവം. ഈ 66 പുസ്തകവും എഴുതിയത് 40 വ്യക്തികളാണെങ്കിലും എഴുതിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ബൈബിളിൻ്റെ ആധികാരികത പരിശുദ്ധാത്മാവ് ദൈവത്തിന് തന്നെയാണ്. ആ ആത്മാവ് ഈ ആധുനിക യുഗത്തിലായിരിക്കുന്ന നമ്മളോട് പറയുകയാണ്, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. അവരടുത്ത് പോലും പോയില്ല, ദൂരത്ത് നിന്ന് കണ്ട്. അപ്പോൾ ഈ 22 വിശ്വാസ വീരന്മാരുടെ പ്രത്യേകത, അവർക്ക് ദൂരത്തുള്ളത് കാണാനും അതിൽ സന്തോഷിച്ച് ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അവരാരും പിന്മാറ്റ കമ്മിറ്റിയിലുള്ളവരായിരുന്നില്ല. അവരെന്ത് വിശ്വസിച്ചോ, എന്ത് കണ്ടോ, എന്ത് ദർശിച്ചോ, ആരവരെ വിളിച്ചോ, ആരവരെ സ്പർശിച്ചോ അവനിൽ ഉറച്ചു നിന്ന്. അതാണ് ഈ 22 വിശ്വാസ വീരന്മാരുടെ പ്രത്യേകത. സ്തോത്രം. ഇപ്പോഴത്തെ വിശ്വാസ വീരന്മാരുടെ അങ്ങനെയല്ലല്ലേ, എന്തെങ്കിലുമൊക്കെ നന്മ കണ്ടിട്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഭൗതിക നേട്ടം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പലരും ഇറങ്ങുന്നത്. ഇപ്പോഴത്തെ ഈ ന്യൂ ജെൻ ട്രെൻഡ് അങ്ങനെയാണ്. വരുവിൻ അനുഗ്രഹം പ്രാപിക്കുവിൻ, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിൽ ഓടിച്ചാടി വരുവിൻ. നിന്നെ ഞാൻ അംബാനിയെപ്പോലെയും അദാനിയെപ്പോലെയും ആക്കാം, നമ്മൾ ഒരുമിച്ച് സഭയായിട്ട് അങ്ങോട്ട് കയറാം. നിത്യതയെക്കുറിച്ചല്ല പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് സുഖിച്ച് നല്ല രീതിയിൽ, നല്ല വണ്ടിയിൽ, നല്ല AC-യിലൊക്കെ ജീവിക്കാൻ വരുവിൻ, ഞങ്ങളുടെ കൂടെ ചേരുവിൻ എന്നുള്ള ഒരു ലേലം വിളിയാണ്. നോക്ക്, 22 വിശ്വാസ വീരന്മാര്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 38-39 വചനം പറയുന്നത്, ഹീബ്രൂസ് 10:38 and 39. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. അപ്പൊ ദൈവത്തിന്റെ നീതിമാന്മാരുമുണ്ട്, നീതിമാന്മാരാണെന്നും പറഞ്ഞ് നടിച്ചു വരുന്നവരുമുണ്ട്. സ്തോത്രം. എന്നാൽ എൻ്റെ നീതിമാൻ, സ്തോത്രം, ഹാനോക്ക് വാക്ക്ഡ് വിത്ത് ഗാഡ്. നമ്മളെപ്പോലെ ഒരു പച്ച മനുഷ്യനായിരുന്നു, കുടുംബമുള്ളവനായിരുന്നു, മക്കളുള്ളവനായിരുന്നു. ഹി വാക്ക്ഡ് വിത്ത് ഗാഡ്. അതാണ് നീതിമാൻ. നീതിമാന്റെ പ്രത്യേകത, നീതിമാൻ എപ്പോഴും ദൈവത്തിന്റെ കൂടെ നടക്കുകയുള്ളൂ. യോപ്പച്ചൻ നീതിമാനായിരുന്നു, യോപ്പച്ചൻ ദൈവത്തിന്റെ കൂടെ നടന്നു. എബ്രാപ്പച്ചൻ നീതിമാനായിരുന്നു, ദൈവത്തിന്റെ കൂടെ നടന്നു. സ്തോത്രം. അവരാരും പിന്മാറ്റ കമ്മിറ്റി പോയില്ല, വിശ്വാസത്താൽ അവർ ജീവിച്ചു. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. സ്തോത്രം. അപ്പൊ കർത്താവ് പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. സ്തോത്രം. അപ്പൊ കർത്താവ് ആരാണെന്ന് രുചിച്ചറിഞ്ഞവൻ ഒരിക്കലും പുറകോട്ട് പോകില്ല. കലപ്പൈ കൈവച്ചിട്ട് അവൻ പിന്നോട്ട് പോകത്തില്ല. സ്തോത്രം. അവന്റെ കഴുത്ത് പോയാലോ, അവന്റെ ജീവൻ പോയാലോ, ഈവൻ അവന്റെ ഭാര്യയോ മക്കളോ ഭർത്താവോ ബന്ധുമിത്രാദികളോ വിട്ടുപോയാലും അവനൊരിക്കലും കർത്താവിൽ നിന്ന് പിന്മാറില്ല. അതാണ് ദൃഢമായ വിശ്വാസം, അതാണ് നീതിമാന്റെ മുഖ മുദ്ര. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവന് പ്രസാദമല്ല. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ചേരുന്നത് ഇടയ്ക്ക് വെച്ച് വിട്ടിട്ട് പോകാനല്ല, അന്ത്യത്തോളം, മരണത്തോളം. ഞാൻ മരിച്ചാലും ജീവിച്ചാലും ഒരു വിശുദ്ധന്റെ ഹൃദയ നിശ്ചയമാണ്. ആരാണത്? വിശുദ്ധ പൗലോസ്. ഞാൻ മരിച്ചാലും ജീവിച്ചാലും ഞാൻ യേശു ക്രിസ്തുവിനുള്ളവനാണ്. പൗലോസിന്റെ പ്രത്യേകത എന്തായിരുന്നു? അവൻ ക്രിസ്ത്യാനികളെ മുടിച്ചു നടന്നവനാണ്, മത തീവ്രവാദിയായിരുന്നു. എന്ന് അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞപ്പോൾ, കാണേണ്ടവൻ കാണേണ്ടതുപോലെ കണ്ടപ്പോൾ ഡിവൈൻ സ്പർശനം പൗലോസിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ വിശുദ്ധ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നു, സുവിശേഷത്തെ പ്രതി എനിക്ക് ലജ്ജയില്ല. ഒരിക്കൽ ലജ്ജിച്ചവൻ, ദൈവത്തിന്റെ സഭയെ മുടിച്ചവൻ, ദൈവമക്കളെ ഉപദ്രവിച്ചവൻ സ്പർശനമേറ്റപ്പോൾ, അതാണ് ഡിവൈൻ സ്പർശനം ഏൽക്കുന്നവൻ എന്തെല്ലാം ഉപദ്രവം ഉണ്ടായാലും കർത്താവ് യേശു ക്രിസ്തുവിനെ വിട്ടുപോകത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ സ്തോത്രം, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു വളർന്നു വന്നവൻ, സ്തോത്രം, ഒരിത്തിരി അതിരുകൾ വിശാലമായപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ സമയമില്ല. അവർക്ക് അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അതൊരു ഒരു ഒരു ഉപയോഗമുള്ള ഒരു കാര്യമല്ലാത്ത രീതിയിൽ കർത്താവിനെ വിട്ടുപോകുന്ന ഒത്തിരി ജനങ്ങളുണ്ട്, ഒത്തിരി ന്യൂജൻ തലമുറകളുണ്ട്. ഒരിക്കലും നല്ല ഉണർവോടുകൂടി ഉന്മേഷത്തോടുകൂടി ആത്മനിറവിൽ ആരാധിച്ചവർ സ്കൂളും കോളേജിലും പോയപ്പോൾ, അല്ലെങ്കിൽ ഒരിക്കലും കാണാത്തവനെ കണ്ടപ്പോൾ കർത്താവ് യേശുവിനെ മറന്ന് അവനെ ഉപേക്ഷിച്ച് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അമ്പലത്തിൽ പോയി വിവാഹം കഴിക്കുന്നു, മുസ്ലിം ആകുന്നു.
ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് വചനം പറയാണ്, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. സ്തോത്രം. 39 വാക്യം പറയണം, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലില്ല. ചേർന്നൊരു ഹല്ലേലൂയ പറയാ. അതാണ് ഹൃദയ നിശ്ചയം. നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്പർശനം അവനെ രുചിച്ചറിഞ്ഞവൻ ഒരിക്കലും പിന്മാറ്റക്കാരുടെ കൂട്ടത്തിലല്ല. നാമോ നാശത്തിലേക്ക് പോകുന്ന പിന്മാറ്റക്കാരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. ഹല്ലേലൂയ. ജോയ്സ് TV കൂട്ടായ്മയിലൂടെ, TV-യിലൂടെ, മിനിസ്ട്രിയിലൂടെ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ കുടുംബത്തെയും കർത്താവ് നോക്കി പറയുകയാണ്, ഹല്ലേലൂയ, വിശ്വസിച്ച് ജീവ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയും നമ്മളായിരിക്കുന്നത്. അതാണ് സ്വർഗീയ തിരഞ്ഞെടുപ്പ്. യു ചോസ് മീ നോട്ട് ബട്ട് ഐ ചോസ് യു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ലേ, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ആ കർത്താവിന്റെ തിരഞ്ഞെടുപ്പ് വന്നാൽ മാത്രമേ കർത്താവിന് വേണ്ടി ജീവിക്കുകയുള്ളൂ, കർത്താവിനെ മരിക്കുകയുള്ളൂ. സ്തോത്രം. അവര് ഈ 22 വിശ്വാസ വീരന്മാർ വിശ്വാസത്തിൽ മരിച്ചെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ട് അതാണ് ആ ഒരു ദൈവിക സ്പർശനം എന്ന് പറയുന്നത്. സ്തോത്രം. ആരൊക്കെയാണ് ഈ വിശ്വാസ വീരന്മാർ? 1 ഹാബെൽ, 2 ഹാനോക്ക്, 3 നോഹ, 4 ഇബ്രഹാം, 5 സാറ, 6 ഇസ്ഹാക്ക്, 7 യാക്കോബ്, 8 ജോസഫ്, 9 മോശ, 10 യോശുവ, 11 ആഹാബ്, 12 ഗിദയോൻ, 13 ഇഫ്താഹ്, 14 ബാരക്, 15 ശിംശോൻ, 16 ദാവീദ്, 17 ദാനിയേൽ, 18 ഇരമ്യാവ്, 19 ഏലിയാവ്, 20 എലീശ, 21 സക്കറിയാവ്, 22 യെശയ്യാവ്. ഈ 22 വിശ്വാസ വീരന്മാരുടെ കൂട്ടത്തിൽ നിശ്ചയമുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാം, ഞാനും ഉണ്ടെന്ന് പറയാം. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് 22 വിശ്വാസന്മാർ. ഇവരാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഈ സ്വർഗീയ ദർശനം പ്രാപിച്ച് ദൂരത്ത് നിന്ന് ഞങ്ങൾ അന്യരും പരദേശികളുമാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചവർ. എബ്രായ ലേഖനം 11 അധ്യായം 14 വാക്യം ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. എബ്രായ ലേഖനം 11:14. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. സ്തോത്രം. ഒരു പിതൃദേശം. ഹല്ലേലൂയ. ആ ദേശത്തേക്ക് ജനങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിന് പകരം, സ്തോത്രം, ഇവിടെ നമുക്ക് നല്ല മാളിക പണിയാം, ഇവിടെ നമുക്ക് നല്ല ഗോപുരം പണിയാം. ഹല്ലേലൂയ. ആധുനിക ബാബേൽ ഗോപുരം പണിയുന്നവരാണ് ഇപ്പോഴത്തെ ന്യൂ ജൻ വിശ്വാസികൾ എന്ന് പറയുന്നത്. സ്തോത്രം. നശിച്ചു പോകുന്ന ബാബേൽ ഗോപുരത്തിനെയാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് പലരും ഈ പാവപ്പെട്ട ജനങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യതയിലേക്ക് വഴി നടത്തുന്നതിന് പകരം, സ്തോത്രം, കർത്താവ് ഹല്ലേലൂയ ഒരുക്കി വെച്ചിരിക്കുന്ന ആ മനോഹരമായ, കണ്ണുകൾ കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത ആ ഒരു സ്വർഗീയ നഗരത്തിലേക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട മക്കളെ ഇവിടുത്തെ ചില പച്ചപ്പ് കാണിച്ച് ചതിക്കാനായിട്ട് ഒത്തിരി കൂട്ടായ്മകളും മഴക്കാലത്ത് കൂണ് കിളിക്കുന്ന പോലെ ഇപ്പം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ ചതിയന്മാരുടെ കെണിയിൽ മക്കളെ വീട് പോകരുത്. എബ്രായ ലേഖനം 11 അധ്യായം 14 തിരുവചനം പറയുകയാണ്, ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. സ്തോത്രം. എപ്പോഴും ഈ ഒരു സ്വപ്നം ഉള്ളിൽ ഉണ്ടായിരിക്കണം. എബ്രായ ലേഖനം 13:14 പറയുകയാണ്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. ഇത്തരത്തിലുള്ള ഒരു ടീച്ചിങ് ഇപ്പോഴത്തെ ഈ പുതിയതായിട്ട് മുളച്ചു വരുന്ന സഭകളിൽ ഇത്തരത്തിലുള്ള ടീച്ചിങ് ഒന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവരെ എങ്ങനെ റിച്ച് മാൻ ആക്കാം, ഹൗ ടു ബി ബിക്കം റിച്ച്, ഹൗ ടു ബി പണക്കാരൻ. സ്തോത്രം. ഹല്ലേലൂയ. ജനങ്ങളുടെ ആ ഒരു സൈക്കോളജി ചൂഷണം ചെയ്തുകൊണ്ട് അതുങ്ങളെ ഇല്ലാത്ത, ഹല്ലേലൂയ, വല്ലാത്ത രീതിയിൽ ഭ്രാന്ത് പിടിപ്പിച്ച്, സ്തോത്രം, ഇക്കിളിപ്പെടുത്തി, സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ യാതൊരു ആലോചനയും ഇല്ലാത്ത കള്ളപ്രവചനങ്ങൾ നടത്തി ജനങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് കേന്ദ്രമാണ് ആത്മീയ ഗോളം എന്ന് പറയുന്നത്.
സ്തോത്രം. ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി തിരിച്ചറിയണം. എന്നാൽ ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മായം ചേർക്കാത്ത തിരുവചനം വിളമ്പി ജനത്തിനെ ആത്മനിർവൃതിയോടെ ആത്മാവിൽ നിറച്ച് ഹല്ലേലൂയ സന്തോഷത്തോടെ സമാധാനത്തോടെ ആ സ്വർഗീയ യാത്രയിൽ നയിക്കുന്ന കൂട്ടായ്മകൾ ഈ ഭൂമിയിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് ആയുധം. സ്തോത്രം. ഈ വചനത്തിൽ ഹല്ലേലൂയ പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ആ ദൈവം ഒരിക്കലും മനുഷ്യനെ കളിപ്പിക്കത്തില്ല. സ്തോത്രം. ആ ദൈവം ഒരിക്കലും തൻ്റെ സഭയെ പണിയാനായിട്ട് നിങ്ങൾ കൊടുക്കൂ എന്നും പറഞ്ഞ് ജനത്തിനെ പിഴിയുന്നവരുമായിരിക്കുകയില്ല. ഞാൻ എൻ്റെ സഭയെ പണി, പാതാള ഗൗരവം അതിനെതിരെ ജയിക്കുകയില്ല. കർത്താവ് ഒരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കർത്താവിന് അറിയാം അത് പൂർത്തീകരിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടി ആരുടെ മുമ്പിലും തെണ്ടേണ്ട കാര്യമില്ല, ജനത്തിനെ പിഴിയേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. ഏതാണ് ആ വരുവാനുള്ള നഗരം? ഐസായ പ്രവാചകൻ പറഞ്ഞു തരും. ഐസായ 65:17. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലുള്ളവ ആരും ഓർക്കുകയില്ല, ആരുടെ മനസ്സിൽ വരികയുമില്ല. സ്തോത്രം. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും. ആ പുതിയ ഭൂമിയും പുതിയ ആകാശത്തിന്റെ പ്രത്യേകത 66-ാമത്തെ അധ്യായത്തിലുണ്ട്. ഐസായ 66:22. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും. ആമേൻ. അപ്പോഴതുകൊണ്ട് ആ നിത്യതയിൽ ഒരു പുസ്തകം ഇരിപ്പുണ്ട്, ജീവന്റെ പുസ്തകം. ആ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. അല്ലാതെ ആധാറിന്റെ അകത്ത് പേരുണ്ടായിട്ട് കാര്യമില്ല, റേഷൻ കാർഡിൽ പേരുണ്ടായിട്ട് കാര്യമില്ല. ഒരു പുസ്തകമുണ്ട്, അത് ജീവന്റെ പുസ്തകമാണ്. അത് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, ഭൂമിയിലെ ഒരു സഭാ നേതാക്കളുടെ കയ്യിലും കർത്താവ് കൊടുത്തിട്ടില്ല. അറിഞ്ഞു തന്നെ കർത്താവ് കൊടുക്കാത്തത്. കൊടുത്തു കഴിഞ്ഞാൽ സ്തോത്രം, അവന്റെയും അവന്റെ കുടുംബക്കാരുടെ പേര് മാത്രമേ ആ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, റോമൻ കത്തോലിക്ക സഭയുടെ കയ്യിലാണ് ജീവന്റെ പുസ്തകം കർത്താവ് കൊടുത്തിരിക്കുന്നെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ഔട്ടായിരിക്കും. അവർ മറ്റുള്ളവരുടെ പേരൊന്നും അവിടെ കാണത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടേണ്ടത് ഇവിടെ വെച്ചാണ്. സ്തോത്രം. നിന്റെ പേരും നിന്റെ സന്തതികളുടെ പേരും. സ്തോത്രം. ആ പേര് എഴുതിക്കുവാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഒബേ ദ വേർഡ് ഓഫ് ഗാഡ്. ഈ പുസ്തകമാണ് ആ ജീവന്റെ പുസ്തകത്തിൽ നമ്മളെ കൊണ്ട് പേരെഴുതിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ പുസ്തകം വിൽ ഗൈഡ് യു ഹൗ ടു റീച്ച് ഇൻ ഹെവൻ. സ്വർഗത്തിലെത്താനായിട്ടുള്ള വഴികാട്ടിയാണ് ഈ പുസ്തകം. സ്തോത്രം. ദിസ് ഈസ് GPS. ഹല്ലേലൂയ. ആ ഒരു ഡയറക്ഷൻ തരുന്നത് ഈ പുസ്തകത്തിലൂടെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ വിശുദ്ധൻ ആ ഒരു സ്വർഗം കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്ന അവിടെ നിന്നും കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് ഞാൻ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലെത്രേ. പക്ഷെ ഇപ്പോഴത്തെ തലമുറയിലെ ലീഡേഴ്സ് പറയുന്നത് നമ്മുടെ പൗരത്വം ഇവിടെ തന്നെയാണ്. ഒരു പാട്ടുണ്ട്, യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. ആ പാട്ട് ഇങ്ങനെയാണ്: യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കാണണം. അത് വളരെ അർത്ഥമുള്ള, വളരെ പഴക്കം ചെന്ന ഒരു പാട്ടാണ്. ഇപ്പം ഈ ന്യൂജൻ സഭയിൽ ഈ പാട്ടിൻ്റെ ട്യൂണിൽ ഒരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: അംബാനിയാകേണം, എനിക്കദാനിയാകേണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കദാനിയും അംബാനിയുമാകേണം. വളരെ വളരെ നെഞ്ചു പിളർക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങളുടെ ആ മെന്റാലിറ്റി തന്നെ വളച്ചൊടിച്ച് ചതിക്കുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് ആണ്. വിശുദ്ധ പൗലോസ് പറയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അങ്ങനെയെങ്കിൽ ആ പൗരത്വം ഇവിടെ വെച്ച് തന്നെ ഉറപ്പാക്കണം. അമേരിക്ക പോകണമെങ്കിൽ അവിടെ ചെന്നില്ല വിസയും പാസ്പോർട്ടും എടുക്കേണ്ടത് ഇവിടെ വെച്ച് തന്നെ.
ഇന്ത്യയിൽ വെച്ച് തന്നെ. സോ അങ്ങനെയെങ്കിൽ ആ പൗരത്വം ഇവിടെ വെച്ച് ഉറപ്പാക്കണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലത്തെ അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് ഞാൻ കാത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയാ, ഇങ്ങനെയൊക്കെ ചീട്ട് കളിച്ച് ഇവിടെ ഇരുന്നാൽ മതിയാ, സ്വർഗത്ത് പോകണ്ടേ? സ്തോത്രം. കർത്താവ് രണ്ടാമത് വരും. രണ്ടാമത് വരുമ്പോൾ എടുക്കപ്പെടണമെങ്കിൽ ഒരുക്കത്തോടെ ഇവിടെ ഇരിക്കണം. മന്ദബുദ്ധികളായ കന്യകകളെ പോലെ ജീവിക്കരുത്. 10 കന്യകകൾ, 5 പേര് ബുദ്ധിമതികൾ, 5 പേര് ബുദ്ധി ഇല്ലാത്തവർ, 5 പേര് എണ്ണ കരുതിയവർ, 5 പേര് ഉറക്കം തൂങ്ങികളല്ലായിരുന്നു. 5 പേര് ഉറക്കം തൂങ്ങികളും എണ്ണ കരുതാത്തവർ. ഇന്നിപ്പോ കൂടുതലും ഉറക്കം തൂങ്ങികളും എണ്ണ കരുതാത്തതുമായ ആൾക്കാരാണ് ഉള്ളത്. എന്നിട്ട് പറയും ഞങ്ങൾ കർത്താവിനെ തന്നെ ആരാധിക്കുന്നത്. സ്തോത്രം. വരുമ്പോൾ നീ എടുക്കപ്പെടണമെങ്കിൽ ഈ പുസ്തകമായിട്ട് കൂറുപുലർത്തി ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന നിന്നെ മാത്രമേ എടുക്കുകയുള്ളൂ. പാവികളെ ചേർക്കാനല്ല ഇനി വരുന്നത്, വിശുദ്ധരെ ചേർക്കാനാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. അതാണ് ദൈവിക സ്പർശനമേറ്റ വിശുദ്ധന്മാരുടെ ടീച്ചിങ്. സ്തോത്രം. ഇന്നലെ ആ കർത്താവ് എന്നെ വിളിച്ചെന്നും പറഞ്ഞ് വന്ന് നേതാക്കന്മാരാകുന്ന ആൾക്കാരുടെ കുഴപ്പം ഇതാണ്. സ്തോത്രം. നിത്യത എന്താണെന്നും സ്വർഗീയ ദർശനം എന്താണെന്നും ഒരു വിവരവുമില്ല. സ്തോത്രം. മനസ്സ് നിറയെ എങ്ങനെ ലൈഫ് ഈ ഭൂമിയിൽ സുഖിച്ച് ജീവിക്കാമെന്നുള്ള ഒരൊറ്റ ചിന്താഗതി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. വന്നപ്പോ സൈക്കിളായിരുന്നു, പിന്നെ അത് 2 വീലറായി, 2 വീലറായി 3 വീലറായി, 3 വീലർ 4 വീലറായി, പിന്നെ പ്ലെയിനായി, അതായി ഇതായി, അതിരുകൾ വിശാലമായി. വന്നവനെ മറന്നു, നടത്തിയവനെ മറന്നു, വന്ന വഴിയും മറന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ലോകം മക്കളുമായിട്ടുള്ളൊരു കോമ്പറ്റീറ്റീവ് ഫീൽഡിലാണ്. ദൈവമക്കളെ തിരിച്ചറിയണം, ഇത് ചതിയുടെ ലോകമാണ്. ഏറ്റവും കൂടുതൽ ചതി നടക്കുന്നത് ഭൗതിക കോളത്തിലല്ല, ആത്മീയ കോളത്തിലാണ്. വിശുദ്ധ പൗലോസ് ആ ഒരു സ്വർഗീയ ദർശനം ലഭിച്ച വിശുദ്ധ വീരനാണ് വിശുദ്ധ പൗലോസ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്ന അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. പൗലോസിന്റെ കൂടെ കാത്തിരിക്കാൻ തയ്യാറാണോ? സ്തോത്രം. വിശുദ്ധ പൗലോസ് ക്രിസ്തുവിൽ മരിച്ച് അവൻ ഉറക്കത്തിലാണ്. അല്ലല്ലേ? കർത്താവ് രണ്ടാമത് വരുമ്പോൾ ആദ്യം ചാടി എണീക്കാൻ പോകുന്ന ഇത്തരത്തിലുള്ള വിശുദ്ധന്മാരായിരിക്കും. പിന്നെ സ്തോത്രം, വെള്ളം ചേർക്കാത്ത മായമില്ലാത്ത പാൽ കുടിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന നമ്മളും കർത്താവിന്റെ കൂടെ പോകും. കൊളോസ്യ ലേഖനം 3:1 ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെണീറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് അന്വേഷിക്കുവൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഇതാണ് ദൈവവചനത്തിന്റെ ടീച്ചിങ്. സ്തോത്രം. ഈ വചനത്തിന് വിരുദ്ധമായിട്ട് അപ്പുറം പോകുന്നതൊന്നും ദൈവവചനത്തിലുള്ളതല്ല. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെണീറ്റിരിക്കുന്നു എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടി ഉയർത്തെണീറ്റിരിക്കുന്നവൻ, സ്നാനത്തിലൂടെ മരിച്ചടക്കപ്പെട്ട് ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെണീറ്റിരിക്കുന്നവൻ ഒരൊറ്റ ചിന്തയുള്ള, ഒരൊറ്റ നോട്ടയുള്ള ഉന്നതത്തിലെ കാര്യങ്ങൾ, സ്വർഗത്തിലെ കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇവിടെയാണ് വാസമെങ്കിലും ഉന്നതത്തിലെ മുകളിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവൻ അവിടെ തന്നെ പോകും. അല്ലാത്തവൻ ഇവിടെ തന്നെ കുറ്റിയടിച്ച് ഇവിടെ തന്നെ ഒരു ഭവനം പണിത് ഇവിടെ തന്നെ ജീവിക്കും. കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടണമെങ്കിൽ ഉണ്ടല്ല, ഈ ബുദ്ധിമതികളായ കന്യകളെ പോലെ എണ്ണ കരുതി, അല്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെണീറ്റ് ജീവിക്കണം. ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എണീക്കുക എന്നാണ് എഫേസ്യ ലേഖനം പറയുന്നത്. ഇന്ന് വന്ന് എല്ലാവരും തച്ചിന് കൂടെ ഇരുന്ന് ഉറക്കവാ. സ്തോത്രം. ഉണർവെന്ന് പറയുന്നത് പല സഭകളിലും ഇല്ല, പല ആത്മീയ കൂട്ടായ്മകളിലും ഇല്ല. അതിന് കാരണം എന്താണ്? ജനത്തിന് മയക്കുമരുന്ന് കൊടുത്ത് മയക്കി ഇട്ടിരിക്കുകയാണ്. അവർക്ക് മുകളിലോട്ട് നോക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. ഒരു കഥയുണ്ട്. സ്തോത്രം. ഒരു കഴുകൻ കുഞ്ഞായിരുന്നപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെയാണ് അവൻ വളർന്നത്. അവനിങ്ങനെ വളർന്നു വന്നു വലുതായപ്പോൾ മുകളിലേക്ക് നോക്കി. അപ്പോഴിങ്ങനെ മുകളിലെ കഴുകന്മാരിങ്ങനെ പറക്കുകയാണ്. അപ്പൊ കൂടെയുള്ള കോഴികൾ പറഞ്ഞെന്താണ്? നീ അങ്ങോട്ടൊന്നും നോക്കണ്ട, നീ കഴുകനല്ല, നീ കോഴിക്കുഞ്ഞുങ്ങളാ, നീ കോഴിയാണ്. കഴുകൻ വിചാരിച്ചു അവ കോഴിയാണ്. അവ കോഴികളെ പോലെ കൊത്തിപ്പെറുക്കി ഇങ്ങനെ തിന്നിയാൻ ഒരു സെക്കൻഡ് തോട്ട് കൊടുക്കാൻ സമയം കൊടുത്തില്ല. അതേപോലെ തന്നെയാണ് മുകളിലോട്ട് നോക്കാൻ ഇപ്പോഴത്തെ നേതാക്കന്മാർ സമയം കൊടുക്കുന്നില്ല. നമ്മൾ ഇവിടെയാണ് അതിലല്ലേ സമ്പന്നരായി ജീവിക്കേണ്ടത്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെണീറ്റിരുന്നു എങ്കിൽ, ഇറ്റ്സ് എ കണ്ടീഷൻ. ഉയർത്തെണീറ്റിരിക്കുന്നു എങ്കിൽ
ഉയർത്തെണീറ്റിരിക്കുന്നവൻ ഒരിക്കലും സഭയിൽ പ്രശ്നമുണ്ടാക്കില്ല, ദൈവദാസന്മാരെ തല്ലാൻ പോകില്ല, ദൈവമക്കളുമായി തക്കുപാറുണ്ടാകത്തില്ല. അവൻ സമാധാനകാംക്ഷിയായിരിക്കും, സമാധാന പ്രേമിയായിരിക്കും. അവനും അവന്റെ കുടുംബത്തിലും, സ്തോത്രം, നല്ലൊരു ശതമാനം കുടുംബങ്ങളിൽ നിന്ന് അടിച്ച് പിറിഞ്ചി, ഞാനും അവനും അടിച്ച് പിറിഞ്ചെന്ന് ആരോ പറഞ്ഞ പോലെ, കർത്താവിനോടൊപ്പം ഉയർത്തെണീറ്റിരിക്കുന്ന നീ ആണെങ്കിൽ യു വിൽ നെവർ ഗോ ഫോർ ഡൈവോഴ്സ്. ഈ പുസ്തകം നിന്റെ വീട്ടിലില്ലേ? ദൈവം വെറുക്കുന്ന പാവം എന്തുവാ? ഉപേക്ഷപത്രം, ഡൈവോഴ്സ്. സ്തോത്രം. ഈ പുസ്തകം കൈ പിടിച്ചിട്ടില്ലേ നിന്റെ മകളെയും മകനെയും പ്രേരിപ്പിക്കുന്നത്? നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീങ്ങി പോരടി, നമുക്ക് വേറെ നോക്കാം. നീ ആത്മാവ് നിറഞ്ഞ്, പരിശുദ്ധാത്മാവല്ല, നിന്റെ സ്വയാത്മാവ് നിറഞ്ഞ് നീ ആരാധന സമയത്ത് തുള്ളിച്ചാടില്ല. ആ നീയല്ലേ നിന്റെ തലമുറയെ നശിപ്പിക്കുന്നത്. സ്തോത്രം. ആ സ്വർഗീയ ദർശന കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടി ഉയർത്തിനിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നീ ഉയരത്തിലുള്ളത് അന്വേഷിച്ചെങ്കിൽ നിന്റെ വൈഫിനോടും ഭർത്താവിനോടും ക്ഷമിക്കുവാൻ നിനക്ക് കഴിയുമായിരുന്നു. സ്തോത്രം. ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം പോലെയാണ് കുടുംബങ്ങളും സഭകളും. കാരണം എന്താണെന്നറിയാവും? ഉന്നതത്തിലുള്ളവനെ അല്ല നോക്കുന്നത്, ഉയരത്തിലുള്ള ക്രിസ്തുവിനെ അല്ല നോക്കുന്നത്. സ്തോത്രം. കർത്താവ് പഠിപ്പിച്ചെന്ത്? നീ ആരാധിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വൈരാഗ്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നിന്റെ ബലിവസ്തോടെ വെച്ചിട്ട് പോയി അവനുമായി രമ്യതപ്പെട്ടതിന് ശേഷം വന്ന് ആരാധിക്കാൻ. അങ്ങനെയാണോ ആരാധനയ്ക്ക് വരുന്നത്? ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് വേണ്ട, വാക്ക് തരാമെന്ന് വെച്ചിട്ടുണ്ട് നിനക്ക്. സ്തോത്രം. ആ ഒരു ദുരാത്മശക്തിയുമായിട്ടാണ് ആരാധനയ്ക്ക് വരുന്നത്. കാരണം എന്താ? ആ ഒരു ശക്തിയാണ് നിന്റെ കുടുംബത്തിൽ വ്യാപരിച്ചത്. ആ ശക്തിയാണ് നീ എടുത്ത് ആരാധനയ്ക്ക് വരുന്നത്. പിന്നെ എങ്ങനെ സഭയുടെ തടിയുണ്ടായിരിക്കും? സ്തോത്രം. ദൈവദാസന്മാരെ അനുസരിക്കാത്ത ദൈവദാസന്മാരുടെ ഭാര്യമാരെ ഉപദ്രവിക്കുന്ന നേതാക്കന്മാർ തിരിച്ചറിയണേ ഈ ദുഷ്ടശക്തിയെ. ഉന്നതത്തിലുള്ള ഈ ക്രിസ്തുവിന്റെ ഇടമായ കർത്താവ് ഇരിക്കുന്ന ഇടത്തിലേക്ക് ഉയരത്തിലുള്ളത് അന്വേഷിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ. ഒരു സമാധാനമില്ല. സമാധാന പ്രഭു കർത്താവ് യേശുവാണ്. അവിടുന്ന് ആശംസിച്ച സമാധാനം ശാശ്വതമായ സമാധാനമാണ്. അപ്പോൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയാണെങ്കിൽ, സ്തോത്രം, ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ കൊച്ചു കുടുംബങ്ങളിൽ സ്വർഗമായിരിക്കും, നമ്മുടെ കൂട്ടായ്മകൾ സ്വർഗമായിരിക്കാം. കാരണം എന്താ? നമുക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ള, നമ്മളെല്ലാവരും ഒരു സ്ഥലത്തേക്കാണ് നോക്കുന്നത്. അവങ്കിലേക്ക് നോക്കുക പ്രകാശിത, അവരുടെ മുഖം ലജ്ജിച്ച് പോയില്ല. ഒരുമിച്ച് ക്രിസ്തുവിലേക്ക് നോക്കുന്നവൻ പ്രകാശിതനായിരിക്കും. അവന് ഹല്ലേലൂയ. ചിലർക്ക് ചിരിച്ചിട്ട് വർഷങ്ങളായി, ഫ്രീസറിന്റെ തിരിക്കുക, ഒന്ന് ചിരിക്കേണ്ട എണ്ണ. സ്തോത്രം. ആ മുഖത്ത് രക്തോട്ടം ഒന്നും ഉണ്ടാകട്ടെ. എന്തൊക്കെയോ സംഭവിച്ച ഒരുമാതിരി ഉണങ്ങിയതുപോലെ ഇരിക്കാതെ. സ്തോത്രം. സ്പിരിച്വൽ ഡ്രൈനസ് എന്നൊക്കെ പറയും. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം പറയുന്നത്, അവർ വിട്ടിട്ട് പോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. സ്തോത്രം. 22 വിശ്വാസ വീരന്മാർ വിട്ടിട്ട് പോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ തിരിച്ചു പോകാൻ ഇടയുണ്ടായിരുന്നല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? പോയില്ലെന്നാണ്. സ്തോത്രം. ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്നറിയാം? തുമ്മിയാത്തെടുക്കുന്ന മൂക്കുമായിട്ടാണ് സഭയുടെ അകത്ത് വരുന്നത്. ഒരു ചെറിയ പ്രശ്നം മതി, അപ്പൊ തന്നെ എന്നാ അടുത്ത ആഴ്ച മുതൽ ഞാനില്ല. സ്തോത്രം. നീ ആരുമായിട്ടാ കുസ്തി പിടിക്കുന്നത്? ആരെ കണ്ടിട്ടാ ഇറങ്ങിയത്? ആരെ കണ്ടിട്ടാണ് നീ ഇറങ്ങിയത്? കർത്താവിന് വേണ്ടത് ഈ തുമ്മിയാത്തിരിക്കുന്ന മൂക്കിനെ അല്ല. ഭീരുക്കളെ കർത്താവിന് വേണ്ട, ധൈര്യശാലികളെ, കർത്താവിന് വേണ്ടി എന്തും സഹിക്കാൻ തൻ്റെ ഇടമുള്ളവനെയാണ് കർത്താവിന് വേണ്ടത്. സ്തോത്രം. അവർ വിട്ടിട്ട് പോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നല്ലോ. സ്തോത്രം. ഒരു ചെറിയ പ്രശ്നത്തിൽ കുടുംബമായിട്ട് മടങ്ങിപ്പോകും. വർഷങ്ങളായി പെന്തക്കോസ്ത് അനുഭവത്തിൽ ആരാധിച്ചിരുന്ന ചില വ്യക്തികൾ, സ്തോത്രം, അതിന് ഒരു കെണിയുണ്ട്. മനുഷ്യഭയം ഒരു കെണിയാകുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നിന്നെ പിടിച്ചത്, നീ ചെന്ന് പെട്ടത് മനുഷ്യഭയമാവുന്ന കെണിയാണ്. നീ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നപ്പോൾ
നിന്റെ കുടുംബക്കാര്, നാട്ടുകാർ, വീട്ടുകാർ, നീ ആയിരുന്ന സമൂഹത്തിലെ ആൾക്കാരൊന്നും വെറുതെ ഇരിക്കില്ല. അവർ വെള്ളപ്പൊക്കം പോലെ, കാറ്റൂതുന്ന പോലെ ക്രിസ്തുവാന്ന പാറമേൽ ഉറച്ച നിന്റെ മേൽ ആഞ്ഞടിക്കും. സ്തോത്രം. എന്നാൽ നിന്റെ ഹൃദയത്തിൽ ഒരു നിശ്ചയം ഉണ്ടാകണമായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും, ആരാധിക്കും, അനുസരിക്കും. എത്ര വലിയ വെള്ളപ്പൊക്കം ഉണ്ടായാലും, കുടുംബക്കാരായാലും, നാട്ടുകാരായാലും, വീട്ടുകാരായാലും നിന്നെ ഒറ്റപ്പെടുത്തിയാലും നീ പോകില്ല മകനെ, നീ തിരിച്ചു പോകില്ല. കാരണം നീ ഉറച്ചിരിക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേലാണ്. പ്രകൃതി വികൃതി രണ്ട് വ്യക്തികളുടെ മേലും, രണ്ട് ഭവനം. ഒന്ന് മണൽപ്പുറത്ത് പണിത മന്ദബുദ്ധിയായ മനുഷ്യൻ. ശാരീരിക മന്ദബുദ്ധിയല്ല, ആത്മീയ വളത്തിലും മന്ദബുദ്ധികളുണ്ട്. എന്തെങ്കിലും ഒരു അനർത്ഥം, എന്തെങ്കിലും ഒരു പ്രശ്നമോ, എന്തെങ്കിലും ഒരു ഞെരുക്കോ തിക്കോ ഉണ്ടായാൽ ആദ്യം അവൻ ചെയ്യുന്നത് എവിടുന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോവുക. സ്തോത്രം. ഛർദ്ദിച്ചു വെച്ചത് വീണ്ടും എടുത്ത് ഭക്ഷിക്കുക എന്നുള്ളതാണ്. അവർ വിട്ടിട്ട് പോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായല്ലോ. പോയില്ല എന്നാണ് അർത്ഥം. സ്തോത്രം. ആരെങ്കിലുമൊക്കെ അടുത്തിരിപ്പുണ്ടാകാൻ കൊണ്ട് ഇങ്ങോട്ടും നോക്കിയിട്ട് കൈയോട്ടിട്ട് വന്ന വഴി തിരിച്ചു പോകില്ല കണ്ണെന്ന് പറ. ഒന്നുകൂടെ കരങ്ങൾ കൊടുത്തു മുറുക്കി പിടിച്ചിട്ട് പറ, വന്ന വഴി തിരിച്ചു പോകല്ലേ കണ്ണ എന്ന് പറ. അല്ലല്ലേ? അങ്ങനെ തിരിച്ചു പോകുന്നത് പട്ടിയാണ്. ഛർദിയിലേക്ക് വീണ്ടും തിരിയുന്നത്. പന്നിയെ കുളിപ്പിച്ചിട്ട് വീണ്ടും പന്നി എങ്ങോട്ടാ പോകുന്നത്? ചെളിയിലേക്ക് പോകുന്നത്. നിന്നെ തൊട്ടത്, നിന്നെ സ്പർശിച്ചത്, നിന്നെ വിളിച്ചത് ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തു ആണെങ്കിൽ യു വിൽ നെവർ ലീവ് ഹിം. ഒരിക്കലും കർത്താവിന്റെ കമ്പനി വിട്ടു പോകത്തില്ല. സ്തോത്രം. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ നിന്ന് നീ ഒറ്റയ്ക്കായിരിക്കാം. ഹല്ലേലൂയ. ആരെല്ലാം എതിർത്താലും സ്തോത്രം, ഈ കർത്താവിനെ വിട്ട് മടങ്ങിപ്പോകുന്ന പരിപാടിയില്ല. സ്തോത്രം. അതൊരു സ്വർഗീയ സ്പർശനമാണ്. ഈ വിളി എന്ന് പറയുന്നത്, ഈ പെന്തക്കോസ്ത് അനുഭവത്തിലുള്ള വിളി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കുടുംബക്കാർ വന്നിട്ടല്ല. സ്തോത്രം. ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രേരിപ്പിച്ചുകൊണ്ടല്ല. ജീവനുള്ള ദൈവമാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഈ പെന്തക്കോസ്ത് അനുഭവം, പെന്തക്കോസ്തക്കാർ എന്നും പറഞ്ഞൊരു കാറില്ല. മനസ്സിലായ? സ്തോത്രം. ചിലര് പഠിപ്പിക്കുന്നത് റോമൻ കത്തോലിക്ക സഭ കർത്താവ് ഡയറക്റ്റ് ആയിട്ട് സ്ഥാപിച്ച സഭയാണെന്ന്. പരമ കള്ളമാണത്. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു ഡയറക്റ്റ് ആയിട്ട് സ്ഥാപിച്ച സഭയെന്ന് പറയുന്നത് ആ സഭയുടെ തലവൻ ഒരു മനുഷ്യനാകുന്ന പോപ്പല്ല. ആ സഭയുടെ തലവൻ ക്രിസ്തു തന്നെയാണ്. കർത്താവ് യേശു ക്രിസ്തു ഡയറക്റ്റ് ആയിട്ട് സ്ഥാപിച്ച സഭയുടെ മൂലക്കല്ല് പത്രോസ് അല്ല, യേശു ക്രിസ്തു തന്നെയാണ് മൂലക്കല്ല്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഹല്ലേലൂയ, ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് നിന്നെ വിളിച്ചു വേർതിരിച്ചത് ജീവനുള്ള ദൈവമാണ്. തന്റെ മക്കൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് സ്ഥാപിച്ച സഭയാണ് പെന്തക്കോസ്ത് ദിനത്തിൽ ആരംഭിച്ച സഭ. സ്തോത്രം. ആ സഭയുടെ അധികാരി മരിച്ചു പോകുന്ന മണ്ണാങ്കട്ടയല്ല, ക്രിസ്തു തന്നെയാണ് സഭയുടെ തലവൻ. അപ്പോൾ മകനെ, മകളെ, നീ ഇപ്പോൾ ആയിരിക്കുന്ന ഈ പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത് അത് യഥാർത്ഥ സഭയിലെ അംഗമാണ് നീ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് തിരിച്ചറിയണം, ഈ ദൈവവചന പ്രകാരം എബ്രായലേഖനം 15 അവർ ഇവിടെ വിട്ടിട്ട് പോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. സ്തോത്രം. ഇന്ന് തിരിച്ചു പോകുന്ന പലരും ഉണ്ട്. ഛർദിച്ച് വെച്ചത് വീണ്ടും തിരിച്ചെടുത്ത് ഭക്ഷിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അവര് പോയി, അതുകൊണ്ട് ഞങ്ങളും പയ്യെ വന്നേക്കാം. ആദ്യം നിങ്ങൾ പോയിക്കോ, പിന്നീട് ഞങ്ങളും വന്നേക്കാം. സ്തോത്രം. ഈ ഭൂമിയിൽ സ്തോത്രം കർത്താവിൻ്റെ കരത്താൽ നിർമ്മിക്കപ്പെട്ട ഒരേ ഒരു സഭ മാത്രമേ ഉള്ളൂ. അത് ഈ പുസ്തകത്തിൽ നിലനിൽക്കുന്ന കൂട്ടായ്മയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഒന്നും അടിച്ചു മാറ്റത്തുമില്ല, കൂട്ടിച്ചേർക്കത്തുമില്ല. മറ്റു പലർ വചനത്തിൽ, സുവിശേഷത്തിൽ മായം ചേർക്കുന്നത് പോലെ ഞങ്ങൾ ചേർക്കുന്നില്ല എന്ന് തൻ്റെ ഇടത്തോടെ വിശുദ്ധ പൗലോസ് മാത്രമേ പറഞ്ഞുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ വചനപ്രകാരം തിരിച്ചറിയണം. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കി
വച്ചിരിക്കുന്നുവല്ലോ. 2 കൊരിന്ത്യർ 4:16 വചനം പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ. വിശുദ്ധ പൗലോസിന്റെയൊക്കെ സാക്ഷ്യം ഫിലിപ്പിയ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് എടുത്തു വെച്ച് വായിക്കണം. പിന്മാറ്റ കമ്മിറ്റിയിൽ പോയ മകനെ, മകളെ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. ആത്മീയ കോളത്തിൽ അഹങ്കരിക്കുന്നവന്റെ ഈ അഹങ്കാരത്തിന്റെ കൊമ്പും അടന്ന് താഴെ വീഴും. ആ വിശുദ്ധന്റെ സാക്ഷി ഒന്ന് വായിക്കണം. സ്തോത്രം. കുറഞ്ഞത് ഒരു ദിവസം ഒരു 4 പ്രാവശ്യമെങ്കിലും വായിക്കണം. ഒറ്റമൂലിയാണ്. ഒരു ദിവസം എത്ര പ്രാവശ്യം തന്നെ കയറി ഇറങ്ങി തിന്നുമെന്ന് നിനക്കറിയത്തില്ലല്ലേ. അതിൻ്റെയൊക്കെ ഫലം എന്താണെന്നറിയാവോ? നീ ഇങ്ങനെ വീപ്പക്കുറ്റി പോലെ വീർക്കുന്നതല്ലാണ്ട് അകത്തുള്ള മനുഷ്യന് ഒരു ഗുണവും ഉണ്ടാവില്ല. അകമയുള്ള മനുഷ്യൻ പുഷ്ടി പ്രാപിക്കണമെങ്കിൽ മായമില്ലാത്ത ഈ മന്ന നീ ഭക്ഷിക്കണം. എന്നാൽ മാത്രമേ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ. എന്താ കാരണം അധൈര്യപ്പെടാതെ എന്ന് വെച്ചാൽ അവരെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഭീരുത്വത്തിന്റെ ആത്മാവല്ലേ, പേടിത്തൊണ്ടന്മാര്. സ്തോത്രം. ആരെങ്കിലും അവിടെ ഇവിടെ നിന്ന് കൈയും കാലും കാണിച്ചു കഴിഞ്ഞാൽ പേടിച്ച് വരണ്ട തിരിച്ചു പോകുന്നവരല്ല. സ്തോത്രം. അപ്പോസ്തലന്മാർ ഭീരുക്കളായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരുടെ മേൽ വന്നപ്പോൾ അവരെ പോലെ ഇത്രയും ധൈര്യശാലികൾ ഈ ലോകത്തിൽ വേറെ ആരുമില്ല, ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പുതുക്കമാണ് പ്രാപിക്കേണ്ടത്. സ്തോത്രം. മായമില്ലാത്ത പാല് കുടിക്കുമ്പോഴാണ് നീ അകമയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ ആത്മീയ കോളത്തിൽ അകമയുള്ള മനുഷ്യന് ഒരു ബലവുമില്ല. പുറമേ ഉള്ള മനുഷ്യൻ ഭക്ഷിച്ചിങ്ങനെ. പണ്ട് പെന്തക്കോസ് അനുഭവത്തിൽ വന്ന അപ്പച്ചന്മാരൊക്കെ ഉപവസിച്ച് ഈ ചപ്പാത്തി പോലെ. ചപ്പാത്തിയുടെ കനം മനസ്സിലായ? വളരെ തിന്നാണ്. ആ അപ്പച്ചന്മാരുടെ തലമുറകൾ. ഇപ്പോഴത്തെ തലമുറ ചപ്പാത്തി മാറ്റി ഇപ്പൊ അവര് കഴിക്കുന്ന ബർഗർ. ഈ ബർഗർ കഴിക്കണമെങ്കിൽ അവരെ സകല വായും കൂടെ ബർഗർ കടിച്ച് എല്ലാം ബീപ്പക്കുറ്റി പോലെ തിന്ന് മുഴുത്ത് കിടക്കുകയാണ്. ആത്മനിറവിലുള്ള പ്രാർത്ഥനയില്ല, ദൈവവുമായിട്ടുള്ള കമ്പാനിയൻഷിപ്പ് ഇല്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. നോ ടൈം ഫോർ പ്രേയർ. 24 മണിക്കൂർ ഉണ്ടെങ്കിലും എത്ര മിനിറ്റ് നിന്റെ അകമയുള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്താൻ ദൈവസന്നിധിയിൽ നീ മുട്ടുമടക്കും? എത്ര മിനിറ്റ്? സ്തോത്രം. എന്താ നിനക്ക് സമാധാനമില്ലാത്തത്? സ്തോത്രം. നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയ സമാധാനമായിരിക്കും. കർത്താവിനാൽ ഉപദേശിക്കപ്പെടണമെങ്കിൽ നീ നിന്റെ കുടുംബവുമായിട്ട് ദൈവസന്നിധിയിൽ മുട്ടും മടക്കണം. സ്തോത്രം. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ടൈം, ദ ക്വാളിറ്റേറ്റീവ് ടൈം ഈസ് യുവർ പ്രയർ ലൈഫ്. അതില്ലാത്തത് കൊണ്ടാണ്, വ്യക്തിപരമായ പ്രാർത്ഥനയും ധ്യാനവും ഇല്ലാത്തത് കൊണ്ടാണ് പിശാച് അടിച്ച് ചുരുട്ടുന്നത്. നീ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ നിനക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പുസ്തകമായിട്ടൊരു ബന്ധം നിനക്കുണ്ടായിരിക്കണം. സ്തോത്രം. ആകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. ഇന്നിപ്പോ ഉണ്ടല്ല, പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിക്കുമ്പോൾ കഷണ്ടി ആണെങ്കിൽ ആ കഷണ്ടി മറക്കാൻ വിഗ്ഗുമായിട്ട് വരുന്നവരുണ്ട്. സ്തോത്രം. ഒരു സഭയിൽ ഒരു ദൈവദാസൻ ഒരു സഹോദരി 2 കമ്മൽ വിട്ട് ചെന്നെന്നും പറഞ്ഞ ആ സഭയിലെ ആ വ്യക്തി ആ സഹോദരിയെ കുത്തി എപ്പോഴും പ്രസംഗിക്കും. അത് അതിൻ്റെ കുടുംബത്തിൽ പ്രത്യേകത കൊണ്ടാണ് അത് ഊരാത്തത്. അത് ഊരിയാൽ ആ ഭർത്താവ് അവളെ വീട്ടിൽ കയറ്റത്തില്ല. പ്രാർത്ഥനയ്ക്കെങ്കിലും വരുന്നുണ്ടല്ലോ. പക്ഷെ ഈ മനുഷ്യന് സ്വർണ്ണ അലർജിയാണ്. സ്തോത്രം.
അതിൻ്റെ ഉള്ളം തകർന്ന് ആ സഹോദരി ആ പാസ്റ്ററിനോട് ചോദ്യം ചോദിച്ചു. പാസ്റ്റർ, ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾ എപ്പോഴും എന്നെ കുത്തിയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നരച്ച തല മഹത്വത്തിന്റെ കിരീടമാണെന്നാണല്ലോ, ശോഭയുള്ള കിരീടമാണെന്നല്ലോ കർത്താവിന്റെ വചനം പറയുന്നത്. പാസ്റ്റർ എന്തിനാ തലമുടി ഡൈ ചെയ്യുന്നേ? വടി കൊടുത്ത് അടി വാങ്ങിയെന്ന് പറഞ്ഞ പോലെ എന്തിനാണ് ഇങ്ങനെ കുത്തി സംസാരിക്കാൻ പോണേ? പുറമേ ഉള്ള മനുഷ്യൻ ചെറുപ്പക്കാരനായിട്ടിരിക്കണം. സ്തോത്രം. അതിനെന്തെല്ലാം കഷ്ടപ്പാടാ ഇപ്പോഴത്തെ തലമുറ കാണിക്കണമെന്നറിയാവോ? സ്തോത്രം. മുടി കയറാൻ പാടില്ല, പിന്നെ കഷണ്ടി കയറാൻ പാടില്ല. അതിനൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ആ വിക്കും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് വന്നാണ് ശുശ്രൂഷിക്കുന്നത്. ഇവിടെ ഒരാൾ പറയുകയാണ്, ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും. സ്തോത്രം. അപ്പൊ കർത്താവിന് വേണ്ടി നിന്റെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിപ്പിക്കണം. സ്തോത്രം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുത്തുന്നതാണ്. ദൈവിക ഒരു സൗന്ദര്യമുണ്ട്, കർത്താവ് തരുന്ന ഒരു സൗന്ദര്യമുണ്ട്. അത് ആർക്കും എടുത്തു കളയാൻ പറ്റില്ല. അതൊരു സൗന്ദര്യമാണ്. സ്തോത്രം. ആ ദൈവിക സാന്നിധ്യം ഉണ്ടല്ലോ. മോശ മലമുകളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ മോശയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റിയില്ല. ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ഈസ് എ വെരി ഗ്ലോയിങ് ഫേസ് ആയിട്ട് മോശ വന്നു. സ്തോത്രം. തീർച്ചയായിട്ടും ദൈവമക്കളുടേതായ ഒരു സൗന്ദര്യമുണ്ട്. ഈ പൊന്നും കുടത്തെ എന്തിനാ പൊട്ടെന്ന് പറഞ്ഞ പോലെ. സ്തോത്രം. ദൈവമക്കളുടേതായ ഒരു സൗന്ദര്യമുണ്ട്. അത് ആർട്ടിഫിഷ്യലായിട്ട് വർദ്ധിപ്പിക്കാനൊന്ന് പോകണ്ട. പോയാൽ മഴയുണ്ടായാൽ, മഴയത്ത് പോയാൽ ഗോദറേജാണ് തേച്ചിരിക്കുന്നെങ്കിൽ ആ മഴ അത് വെളിപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിക്കുന്നുവെങ്കിലും അതിനെ പുഷ്ടിപ്പെടുത്താനായിട്ടുള്ള കയ്യങ്കളി വേണ്ട. ഇവിടെ വിശുദ്ധം പറയണ, എങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഈ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കാത്തത് കൊണ്ടാണ് സ്തോത്രം പെട്ടെന്നുള്ള ക്ഷോഭത്തിൽ നീ ഒരു റെസ്പെക്റ്റും കാണിക്കാതെ നിന്റെ അപ്പനെ തല്ലുന്നു, നിന്റെ അമ്മയെ തല്ലുന്നു, നിന്റെ മക്കളെ തല്ലുന്നു, നിന്റെ ഭാര്യയെ തല്ലുന്നു, നിന്റെ കൂട്ടായ്മയുള്ളവരെ തല്ലുന്നു, നാട്ടുകാരെ ഓടിച്ചിട്ട് തല്ലുന്നു. സ്തോത്രം. അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുഷ്ടി പ്രാപിക്കണം. അതിന് ഭക്ഷിക്കേണ്ടത് ഈ മായമില്ലാത്ത വചനമാണ്. സങ്കീർത്തനം 103:5 പറയാണ്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അതുകൊണ്ട് നിന്റെ വായ വിസ്താരമായി തുറക്കുക. കർത്താവ് ഫില്ല് ചെയ്യുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുന്നത്. ഇപ്പൊ പറ്റുന്നുണ്ടോ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്? പറ്റുന്നില്ലല്ലോ. മുൻപിലുള്ള മുദ്രാവാക്യം എന്താ? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കും. അയൽക്കാരെ സ്നേഹിക്കാൻ എവിടെ സമയം? ഇനി അയൽക്കാരെ സ്നേഹിക്കാൻ നിന്റെ ഫ്ലാറ്റിന്റെ പുറത്ത് പോകണ്ട, നിന്റെ കുടുംബത്തിന്റെ അകത്തും തന്നെ ഉണ്ട്. സ്തോത്രം. ആരാണ് എൻ്റെ അയൽക്കാരനെ അന്വേഷിച്ച് ചോദിച്ചു? അയൽക്കാരൻ ആരാണാവോ അറിയില്ല. നിന്റെ അടുത്തിരിക്കുന്ന ഭാര്യയുണ്ടല്ലോ, അവളാണ് നിന്റെ അയൽക്കാരി. ആ ഭാര്യയെ ഒന്ന് സ്നേഹത്തോടെ ഐ ലവ് യു എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. നാട്ടുകാരെ മുഴുവനൊക്കെ ഐ ലവ് യു എന്ന് പറയും, പിന്നെ മെസ്സേജ് ഇടുകയും ചെയ്യുന്നുണ്ടല്ലോ. സ്തോത്രം. എന്താ കാരണം? നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ആ ഒരു നന്മ ദൈവം തരുന്ന ഒരു ആത്മീയ സ്പർശനമുണ്ടല്ലോ, അതേൽക്കാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നിന്റെ ആത്മീയ മണ്ഡലത്തിൽ എവിടെ ഒരു ഞരമ്പ് വിട്ടുപോയിട്ടുണ്ടോ? ഐസായ പ്രവാചകന്റെ പുസ്തകം 40-31 എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവ ശക്തിയെ പുതുക്കും. യെസ്, സ്തോത്രം. ഈ കർത്താവിനെ കാത്തിരിക്കുന്നവരുടെ ശക്തിയെ പുതുക്കും, മടുത്തു പോകത്തില്ല. ഈ എന്തെങ്കിലും ഒരു അനുഗ്രഹം പ്രാപിക്കാൻ ഒരിക്കലും കർത്താവിന്റെ പുറകെ പോകരുത്. ഈ ലോകത്തിലെ കർത്താവിനെ, ബൈബിളിലെ കർത്താവുണ്ട്, ബൈബിളിൽ ഇല്ലാത്ത കർത്താവുണ്ട്. ബൈബിളിലെ കർത്താവിനെ നീ അന്വേഷിക്കുമ്പോൾ സ്തോത്രം ആദ്യം അവന്റെ രാജ്യനീതി അന്വേഷിക്കും, ബാക്കിയുള്ള അവൻ സമയത്ത് നിനക്ക് തന്നിരിക്കും. കാരണം കരയുന്ന കാക്കക്കുഞ്ഞിന് പോലും ആഹാരം കൊടുക്കുന്നവനാണ് ഈ പുസ്തകത്തിലുള്ള കർത്താവ് യേശു ക്രിസ്തു. തന്റെ മക്കൾക്ക് എത്രയധികം. അതുകൊണ്ട് പറയുന്നത്, എന്തിന് ഒന്നിനെ കുറിച്ച് നീ ആകുലപ്പെടരുത്. വസ്ത്രത്തെക്കുറിച്ചോ ആഹാരത്തെക്കുറിച്ചോ കിടപ്പാടത്തിനെ കുറിച്ചോ നീ ആകുലപ്പെടണ്ട. അതെല്ലാം
നിന്റെ ആവശ്യത്തിന്റെ സമയം അനുസരിച്ച് ദൈവം തരും. അവൻ തന്നിരിക്കും. കാരണം എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്ന ദൈവമാണ്, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കാക്കയെ പോലെ അല്ലേ. ഈ കഴുകന്മാർക്കൊരു പ്രത്യേകത ഉള്ളത്, സ്തോത്രം, അവരൊരിക്കലും ഈ ലോക്കലായിട്ടുള്ള കാര്യങ്ങളിലല്ല, അവരെപ്പോഴും മുകളിൽ ഇങ്ങനെ ചിറകടിച്ച് പറക്കും. ഹല്ലേലൂയ. അവരെ ഒരു കൊടുങ്കാര്യം തൊടാൻ പറ്റത്തില്ല, അവരവർക്ക് മുകളിലായിരിക്കും. സ്തോത്രം. അങ്ങനെയാണ് കർത്താവിന്റെ കൂടെയുള്ള വാസം എന്ന് പറയുന്നത്. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയും. കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ, സ്തോത്രം, ഐസ്ക്രീം തിന്നുന്ന അനുഭവം ആയിരിക്കില്ല, വ്യത്യസ്തമായിരിക്കാം. സന്തോഷം ഉണ്ടാവും, സന്താപം ഉണ്ടാവും. ഹല്ലേലൂയ. അതിങ്ങനെ ഒരു സുഖദുഃഖ സമ്മിശ്രം പോലെ വരണം. എങ്കിലാണ് ഒരു ജീവൻ തുടിപ്പുണ്ടാവുന്നത്. എപ്പോഴും ഐസ്ക്രീം ആണെങ്കിൽ പിന്നെ നീ ഒരു 50 രൂപയുടെ ഐസ്ക്രീം തിന്നാൻ പോലും നീ ഉണ്ടാകത്തില്ല. സ്തോത്രം. ഇറ്റ് ഷുഡ് ബി വെറൈറ്റിയാണ്. അത് ആ സുഖത്തിലും ദുഃഖത്തിലും പ്രസൻസ് ഓഫ് ദ ലോർഡ് ഈസ് സെയിം. ദൈവിക സാന്നിധ്യമാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. കൊളോസ്യ ലേഖനം 3:10 പറയുന്ന, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരിക്കുന്നു. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരിക്കും. ഈ 22 വിശ്വാസ വീരന്മാരുടെ കാര്യം പറയുന്ന, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായ തന്നെ കാംക്ഷിച്ചിരിക്കുന്നു. ഈ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. അധികം നല്ലതിനെ വിട്ടിട്ട് പോകുന്നതിനെ ഓർത്തിനെങ്കിൽ തിരികെ പോകാനിടയുണ്ടായി. അവർ പോയില്ല. കാരണം എന്താ? അധികം നല്ലതിനെ, പിടിച്ചിരുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്ന് കണ്ട്. അതാണ് ഫിലിപ്പിയ ലേഖനം 3-ാം വിശുദ്ധ പൗലോസ് പറയുന്നത്, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് വിരുദിലേക്ക് ലാക്കിലേക്ക് ഓടുകയാണ്. ഈ ഓട്ടമാണ് നമുക്ക് വേണ്ടത്. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. സ്തോത്രം. ഈ വിശ്വാസ വീരന്മാർ നമുക്ക് വലിയ മാതൃകയാണ് ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് തരുന്നത്. വിശുദ്ധ പൗലോസ് വീണ്ടും 2 കൊരിന്ത്യർ 4-ാം 18 പറയാണ്, കാണുന്നതിനെയോ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം നിത്യം നിത്യം. ഈ ഒരു കാഴ്ചപ്പാടാണ്, ഈ ഒരു ആന്തരിക കാഴ്ചപ്പാടാണ് സഹോദരങ്ങളെ നമുക്ക് ഈ ആധുനിക യുഗത്തിൽ വേണ്ടത്. ഈ കാണുന്നതല്ല, കാണാത്തതിനെ. സ്തോത്രം. ഒരിക്കലും ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടു വത്സൻ തിന്നുന്നതായിട്ട്. വത്സൻ എന്ന് പറഞ്ഞ ഈ ഇലയട അല്ലേ? ഓക്കെ, നിങ്ങളുടെ നാട്ടിൽ എന്താണ് വത്സമ്മ എന്നാണ്? ഓക്കെ, ഇവിടെ വത്സൻ എന്താ പറയുക? സ്വപ്നം കണ്ട് എന്ത് തിന്നുന്നതായിട്ട്? വത്സൻ തിന്നുന്നതായിട്ട്. നേരം വെളുത്തപ്പോ ഈ മനുഷ്യൻ കിടന്ന പായുടെ ഒരു മൂലയില്ല. വത്സൻ തിന്നുന്നെന്നും പറഞ്ഞ് പായുടെ മൂല കടിച്ച് തിന്നുമായിരുന്നു. കുറഞ്ഞ പക്ഷം ഇങ്ങനെയെങ്കിലും ഒരു സ്വപ്നം കാണണം. സ്തോത്രം. ഇത് വിശുദ്ധ പൗലോസിന്റെ സ്വപ്നമാണ്. കാണുന്നതിനെ ഇല്ല, കാണാത്തതിനെ എത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം നിത്യം. സ്തോത്രമുണ്ട്. അതുകൊണ്ട് വീണ്ടും കൊറിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 5:7 പറയുന്നത്, കാഴ്ചയിലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത്. സ്തോത്രം. ഇപ്പോഴത്തെ ആധുനിക യുഗത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ നടപ്പെന്ന് പറയുന്നത് വിശ്വാസത്തിലല്ല, കാഴ്ചയിലാണ്. എന്തെങ്കിലുമൊക്കെ കണ്ണു നിറയെ കാണണം. അവനെ പോലെ അവന്റെ ഇരട്ടി എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം. ഈ ഒരു കമ്പാരിസൺ കാരണം നിന്റെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയാത്തതിന്റെ കാരണം, never compare with the other fellow being. നിന്റെ കൂട്ടുവിശ്വാസിയായിട്ട് നീ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. സ്തോത്രം. നീ 100 വോൾട്ടായിരിക്കാം, അവൻ 60 ആയിരിക്കാം. 60 വോൾട്ടായ നീ 100 വോൾട്ട് പോലെ കത്തണമെന്ന് പറഞ്ഞാൽ നീ എപ്പോ ഫീസായി തെറിച്ചു പോയി നോക്കിയാൽ മതി. ഒരേ ഒരു റോൾ മോഡൽ മാത്രമേ നമുക്കുള്ളൂ. ഒരൊറ്റ ഹീറോയെ നമുക്കുള്ളൂ. എൻ്റെ കർത്താവായ യേശു.
സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് മുൻപ് പോയ വിശുദ്ധന്മാർ, ഈ വിശ്വാസ വീരന്മാരും നമുക്ക് നമ്മുടെ മുൻപിൽ റോൾ മോഡലാണ്. 2 കൊരിന്ത്യർ 5:1 പറയാണ്, വിശുദ്ധ പൗലോസിന്റെ മറ്റൊരു സ്വപ്നം, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ആരോ പറഞ്ഞെന്നല്ല, അറിയുന്നു. അവിടെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ബൈബിളിലുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. നോ, ഇതാണ് ദൈവത്തെ കണ്ടിറങ്ങിയ, ദൈവസ്പർശനമേറ്റി, ദൈവത്തിന്റെ വിളി കേട്ട് ദൈവത്താൽ സ്പർശിക്കപ്പെട്ട, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ഉൾക്കാഴ്ച ഇതാണ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, സ്തോത്രം, മരിച്ചു കഴിഞ്ഞാൽ എവിടെ കൊണ്ടേ അടക്കും? കല്ലറ കൊതി. 3 പെൺമക്കളാണുള്ളത്, എവിടെ കൊണ്ട് കെട്ടിക്കും? വിവാഹ കൊതി. സ്തോത്രം. മോശപ്പച്ചനെ കുറിച്ച് പറഞ്ഞെന്താണെന്ന് അറിയാം, അവനെ അടക്കിയെന്ന്. ആരെ? മോശപ്പച്ചനെ ദൈവം അടക്കിയെന്ന. ഇന്നേ വരെ ആർക്കും അറിയത്തില്ല മോശപ്പച്ചനെ എവിടെ അടക്കിയെന്ന്. എവിടെയാണ് അടക്കിയിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്മുടെ നാട്ടിൽ കുറെ സഭകളുണ്ടല്ലോ, അവര് പോയി മാന്തി എടുത്ത് മോശപ്പച്ചന്റെ എല്ലും പല്ലും നഖവും മുടിയൊക്കെ വിറ്റഴിച്ച് കാശാക്കിയാണ്. എവിടെ അടക്കിയെന്ന് അറിയത്തില്ല, കാരണം മോശയെ അടക്കിയത് കർത്താവാ. ഇനി സ്തോത്രം. അതുകൊണ്ട് ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നതുകൊണ്ട് കുടുംബക്കല്ലറ നഷ്ടപ്പെടുമെന്ന് നീ പേടിക്കണ്ട. സ്തോത്രം. നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ മാന്യമായ ഒരടക്കം കർത്താവ് നിനക്ക് തന്നിരിക്കും. നിന്റെ ശരീരം കഴുകന്മാര് തിന്നാൻ അനുവദിക്കില്ല. സ്തോത്രം. മുനിസിപ്പാലിറ്റിക്കാർ വന്ന് വലിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാകില്ല. മാന്യമായ ഒരടക്കം. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. കാരണം പെന്തക്കോസ്ത് അനുഭവത്തിലൊന്നും മരിക്കാനല്ല. മാർത്തയോട് കർത്താവ് പറഞ്ഞെന്നാണ്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരണത്തെ കാണത്തില്ല. എന്തോ അത്? കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഒടുക്കത്തെ നാളിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് നമുക്ക് മരണമില്ലെന്ന് പറ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെയാണെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു വേർപാടുണ്ട്. അതിനെ അടക്കാൻ മാന്യമായി ആ ഒരു അടക്കം ഉണ്ടാവും. പക്ഷെ കല്ലറ പേടിച്ച്, സ്തോത്രം, കർത്താവ് വിളിച്ചിട്ടും, കർത്താവേ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കിടക്കണം, അധികാരം ഞങ്ങളുടെ ഇടവക സിമിട്രിയിലാണ് കിടക്കുന്നത്, അവിടെ എനിക്ക് കിടന്നാൽ മതി, ഞാൻ വരില്ല, നിങ്ങൾ വിറപ്പിക്കോ, എന്നെ പോലെ പറ്റി കർത്താവ് വരുമ്പോ പോണോ? അങ്ങനെയെങ്കിൽ കുടുംബക്കല്ലറ ആഗ്രഹിച്ച് അവിടെ പോയി കിടക്കരുത്. സ്തോത്രം. ഇതഴിഞ്ഞു പോയാലും അഴിയാത്തൊരു ഭവനം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നോ? ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല, അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ആൻഡ് ദ ഗോഡ് ഓഫ് എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ് എന്ന് പറയുന്ന ദൈവം നമ്മളെ നോക്കി പറയണം, ഐ ആം ദ ഗോഡ് ഓഫ് റേച്ചൽ, ഐ ആം ദ ഗോഡ് ഓഫ് ക്രിസ്പിൻ, ഐ ആം ദ ഗോഡ് ഓഫ് ഹാനോക്ക്, ഐ ആം ദ ഗോഡ് ഓഫ് ജോസഫ് ആൻഡ് ഡെയ്സി. കർത്താവ് പറയണം. അങ്ങനെ പറയണമെങ്കിൽ സ്തോത്രം, ഈ വിശ്വാസ വീരന്മാരെ പോലെ ധൈര്യത്തോടെ ഈ ആധുനിക യുഗത്തിൽ, സ്തോത്രം, വിശ്വാസ ജീവിതത്തിനെതിരെ ഒത്തിരി പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ള, അവിടുന്ന് എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ആ വിശുദ്ധ നഗരത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ കൂട്ടായ്മയും എത്തിയിരിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കൂട്ടായ്മ ആരംഭിച്ച സമയം മുതൽ ഈ നിമിഷം വരെ പരിശുദ്ധാത്മാവെ അവിടുത്തെ സാന്നിധ്യം നൽകി സ്വർഗത്തിൽ നിന്ന് സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. അവിടെ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യ നഗരത്തിൽ എത്തുവാൻ
ഞങ്ങളുടെ യാത്ര കർത്താവ് തിരുവചന പ്രകാരം പൂർത്തീകരിക്കുവാൻ, ഞങ്ങളുടെ ഓട്ടം പൂർത്തീകരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ തന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പും വിളിയും ഉറപ്പാക്കി മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ ഓരോ വിശുദ്ധ മക്കളെയും അനുഗ്രഹിക്കണം കർത്താവ്. വിശേഷാൽ ജോയ്സ് TV കൂട്ടായ്മയിലൂടെ അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രവിക്കുന്ന ഓരോ വിശുദ്ധ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ പിന്നോട്ട് പോകാതെ, മുന്നോട്ട് വെച്ച കാൽ പുറകോട്ട് വലിക്കാതെ, കലപ്പയിൽ വെച്ച കൈ ഹലലി ഉപേക്ഷിക്കാതെ സ്വർഗോന്മുഖമായി യാത്ര ചെയ്യുവാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. പിന്മാറ്റത്തിലേക്ക് പോയിട്ടുള്ള ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ തിരികെ വരട്ടെ. ഹലലി മനുഷ്യ ഭയമാണെന്ന് കെണി വിട്ടുമാറട്ടെ. അവിടുന്ന് പ്രകാരം ചെയ്തിരിക്കുക സ്തോത്രപ്പായി. രാത്രിയിൽ ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങും. അവിടുന്ന് അല്ലപ്പാ ഞങ്ങളെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പ്രാർത്ഥന യാചന കേട്ടിരിക്കുക. നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. കർത്താവ് Thank you. സഹായിക്കട്ടെ. God bless you. God bless you. Praise the Lord.